കൃപയാണെങ്കിലും ദൈവത്തിന്റെ ദാനമാണ്. എപ്പോഴും വൈകാട്ട് പഠിക്കണം. അല്ലെങ്കിൽ ആയിരിക്കും നേടിയെടുക്കണമെന്നൊക്കെ ഒരു വീടൊക്കെ വെച്ച് കൊടുക്കും. അത് പെണ്ണുങ്ങളൊക്കെ കാണുമ്പോൾ വീട് വെച്ച് കൊടുക്കുന്നത് അത് ഇല്ലേ. പല സ്ഥലങ്ങളിൽ പ്രവർത്തിക്കാൻ നടക്കും. ആളുസഭ കൂട്ടിക്കാൻ, പിന്നെ രാഷ്ട്രീയക്കാരനായിട്ട് പേര് തരുന്നുണ്ടാക്കാൻ, അത് പറയാം അതെല്ലാം ദൈവത്തിന്റെ പ്രവർത്തനമാണെന്ന് പറയും. മനസ്സിലായില്ലേ? കൃപയിലാണ് വന്നത്. കൃപയിലാണ് വന്നത്. കൃപയിൽ വന്നാൽ പിന്നെ പവയ്ക്ക് സാധ്യമല്ല. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് കൃപയിൽ വരണം എല്ലാവരും. സങ്കീർത്തനം 119:9-11 വചനം. വചനം ഉള്ളിലുണ്ടെങ്കിൽ യുവാവിന് വഴി വചനം വേറൊരു അക്കൗണ്ട് സൂക്ഷിച്ചാല പകൽ എഴുതുന്നു. ഈശ്വര പായസം സൂക്ഷിച്ചാൽ സാധ്യമല്ല. കാരണം ഈ വചനം ഓർമ്മപ്പെടുത്തും പെട്ടെന്ന്. ഉദാഹരണം, ഒരു വചനം കാണാപ്പുറം നന്നായിട്ട് കാണാം. അതുകൊണ്ടാണ് ഈ കാണാപ്പുറം പഠിക്കുക. കാണാപ്പുറം ഒന്ന് കുറഞ്ഞ 2 കാണാപ്പുറം പഠിച്ചിട്ടുണ്ട്. അത് എന്ന് പൂർത്തിയായിരിക്കുന്ന അന്ന് ആത്മാവിലോട്ട് കടക്കാൻ കാര്യമൊക്കെ. അല്ലെങ്കിൽ ഇങ്ങനെ നടക്കും. ധ്യാനം കൂടി കന്യാസ്ത്രീ പറഞ്ഞാൽ 3ാമത്തെ ധ്യാനം കൂടിയാൽ വേറെ ശേഷം ഒന്ന് കുറഞ്ഞത് 3 തർക്കവും അസ്കറിലേക്ക് കിട്ടുമോ? ഇല്ല. അതൊന്നും എല്ലാവരോടും തർക്കവും അസ്കയും കിട്ടുകളാണ്. ചിലപ്പോ നമ്മുടെ ചില തകർച്ച വരുമ്പോ പഴയ പാപത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ വിട്ടുപോകും. ജെറമിയ 15:10-14 വചനത്തില് ആളുടെ വിരോധം വെച്ചുകൊണ്ടിരുന്നാൽ ഇപ്പോഴും വെച്ചുകൊണ്ടിരിക്കും. വിരോധം പിന്നെയും പിന്നെയും വഴി ഓർക്കും അല്ലേ, പിന്നെയും വരും. അല്ല, അങ്ങനെ ചെയ്തില്ല. അതിന് കാരണമല്ല ഞങ്ങൾ ഇങ്ങനെ ആയിരുന്നല്ലോ. ചിലപ്പോ മക്കൾക്ക് എല്ലാം ഉണ്ടാക്കി കൊടുത്ത് എല്ലാം കഴിഞ്ഞ് വചനം കൊടുക്കുകയില്ല. എല്ലാം കൊടുത്ത് അവസാനം മക്കൾക്ക് സ്നേഹം ഉണ്ടാവുമെന്നെങ്കിലും ഉണ്ടായി. നേരെ വെച്ച് വചനം കൊടുത്താലോ ആത്മാവ് വചനം ആത്മാവും ജീവനുമാണ്. യോഹന്നാൻ 6:63 വചനം ആത്മാവും ജീവനുമാണ്. കണ്ടോ? ഈ വചനം കേട്ട് 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 വരുമ്പോഴാണ് ഇതിലും മാറിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം വന്ന പോലെയാണ് ഫസ്റ്റ് ഇവിടെ 1 കൊല്ലം കഴിഞ്ഞപ്പോൾ എന്തെല്ലാം സംശയങ്ങൾ കിടന്ന് കളിച്ചു അല്ലേ. ഇത് അത് സംശയം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈശ്വരന്റെ കൂടെ നടന്ന ശിഷ്യന്മാർക്ക് എന്തുമാത്രം സംശയമായിരുന്നു അല്ലേ. 3 കൊല്ലം കഴിഞ്ഞ് ഈശോ വന്നപ്പോ അവർ പറഞ്ഞതാണ് കെട്ടുകഥയാണ്. ഈശ്വരന്റെ കാര്യത്തിൽ അത് ഇപ്പോഴത്തെ ആരെങ്കിലും ലോകം കൃഷ്ണന്റെ പിടി ആകെ നമ്മളിത്ര കുറച്ച് കോലന്മാരിവിടെ ഉണ്ട്. എല്ലാം അതിന്റെ കീഴിലാണ്. 2 കൊരിന്തോസ് 4:4 അതൊന്ന് വായിച്ചിട്ട് 2-3 എന്തുകൊണ്ടാണ് അവർക്ക് വചനം ഒന്നും ഗ്രഹിക്കാൻ സാധിക്കുക? ഞങ്ങളുടെ സുവിശേഷം നിഗൂഢമായിരുന്നെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിന്റെ പ്രതിരൂപമായ ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് അവിടെ അന്ധമാക്കിയിരിക്കുന്നു. ചിലരുടെ കട്ടിയാക്കി വെച്ചുകളോ കേട്ടോ. ഈ അന്ധതേ ഭയങ്കര കട്ടിയാകും. 17 തൊട്ട് 20 കാലത്തില് ഊട്ടിയിൽ അന്ധകാരം കയറ്റി ഒരു പറയാണ്. അന്ന് എനിക്ക് അറിയാൻ പറ്റായിരുന്നത് വിഗ്രഹാരാധന പറഞ്ഞപ്പോഴാണ്. യേശു മാത്രമേ സത്യത എന്ന് പറഞ്ഞാൽ അതുവരെ ഞാൻ വിചാരിച്ച എല്ലാം ഒന്നാണെന്ന്. മകളെ ഇതൂരി കെട്ടിക്കാനായിട്ട് ഇരിക്കുകയായിരുന്നു. അവള് ലവാണ്. ഇത് കേട്ടപ്പോഴാണ് പേടി തുടങ്ങിയത്. യേശു മാത്രമല്ല ദൈവപുത്രൻ എന്ന് പറഞ്ഞു. 1 കൊരിന്തോസ് 19:21 അതുകൊണ്ടാണ് ആർക്കും കൃപ കിട്ടാത്തത്. പല ദൈവങ്ങളാണെന്ന് വിചാരിച്ചു നടക്കുന്നത്. യേശു മാത്രമേ ഉള്ള സത്യം ആവശ്യത്തിൽ വരുന്നവരാണ്. അതുകൊണ്ട് അപ്പോ നിയമാവർത്തന 7 1-7 വനം കൊടുത്തു. എന്താ വനം വായിക്കുന്നത്? വിദ്യാർത്ഥിയെ കൊണ്ട് കെട്ടിച്ചാല് നിങ്ങൾ ചെന്ന് കൈവശമാക്കാൻ പോകുന്ന ദേശത്തേക്ക് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ കൊണ്ടുപോവുകയും അനേകം ജനതകളെ നിങ്ങളെക്കാൾ സംഖ്യാബലവും ശക്തിയുമുള്ള ഹിത്യർ, ഗിർഗാഷ്യർ, അമോര്യർ, കനാന്യർ, ഫെലിസ്യർ, ഹിത്യർ, ജബൂസ്യർ എന്നീ 7 ജനതകളെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഓടിക്കുകയും അവരെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്യുമ്പോൾ അവരെ പരാജയപ്പെടുത്തുകയും നിശേഷം നശിപ്പിക്കുകയും ചെയ്യണം. അവരുമായി ഉടമ്പടി ഉണ്ടാക്കുകയോ അവരോട് കരുണ കാണിക്കുകയോ അരുത്. അവരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടരുത്.
നിങ്ങളുടെ പുത്രിമാരെ അവരുടെ പുത്രിമാർക്ക് കൊടുക്കുകയോ അവരുടെ പുത്രിമാരെ നിങ്ങളുടെ പുത്രന്മാർക്ക് വേണ്ടി സ്വീകരിക്കുകയോ ചെയ്യരുത്. എന്നാൽ മറ്റു ദേവന്മാരെ സേവിക്കാനായി നിങ്ങളുടെ മക്കളെ എന്നിൽ നിന്ന് അവർ അകറ്റിക്കളയും. അപ്പോൾ കർത്താവിന്റെ കോപം നിങ്ങൾക്കെതിരെ ജ്വലിക്കുകയും നിങ്ങളെ വേഗം നശിപ്പിക്കുകയും ചെയ്യും. ഇപ്രകാരമാണ് നിങ്ങൾ അവരോട് ചെയ്യേണ്ടത്. അവരുടെ ബലിപീഠങ്ങൾ നശിപ്പിക്കണം, സ്തംഭങ്ങൾ തകർക്കണം, അക്ഷേര ദേവതയുടെ സ്തൂപങ്ങൾ വെട്ടിവീഴ്ത്തണം, വിഗ്രഹങ്ങൾ തീയിൽ ചുട്ടരിക്കണം. നിങ്ങളുടെ ദൈവമായ കർത്താവിന് നിങ്ങൾ വിശുദ്ധ ജനമാണ്. ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്ന് തന്റെ സ്വന്തം ജനമാകേണ്ടതിനെ അവിടുന്ന് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതും തിരഞ്ഞെടുത്തതും മറ്റു ജനതകളെക്കാൾ നിങ്ങൾ എണ്ണത്തിൽ കൂടുതലായിരുന്നത് കൊണ്ടല്ല, നിങ്ങൾ മറ്റെല്ലാ ജനതകളെക്കാൾ ചെറുതായിരുന്നു. കണ്ടോ എന്താ പറഞ്ഞ കൊടുത്തുകൂടന്ന് കണ്ടോ ഉപവാസത്തിന് ആ തകർക്കളെ ദൈവം അത് സമ്മതിക്കുന്ന ദൈവം. പുറപ്പാട് 21 അതിലെ 26 പതിനാ അവൻ നിന്നെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും. ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും. അവൻ പറയുന്നതെല്ലാം ആദരപൂർവ്വം അനുസരിക്കണം. അവനെ പ്രകോപിപ്പിക്കരുത്. എന്റെ നാമം അവനിൽ ഉള്ളത് നിമിത്തം നിന്റെ അതിക്രമങ്ങൾ അവൻ ക്ഷമിക്കുകയില്ല. അവന്റെ വാക്ക് കേൾക്കുകയും ഞാൻ പറയുന്നതെല്ലാം അനുസരിക്കുകയും ചെയ്യുമെങ്കിൽ നിന്റെ ശത്രുക്കൾക്ക് ഞാൻ ശത്രുവായിരിക്കും, നിന്റെ എതിരാളികൾക്ക് ഞാൻ എതിരാളിയുമായിരിക്കും. എന്റെ ദൂതൻ നിനക്ക് മുമ്പേ പോയി നിന്നെ അമോര്യർ, ഹിത്യർ, പെരീത്യർ, കനാന്യർ, ഹിവ്യർ, ജബൂസ്യർ എന്നിവരുടെ ഇടയിലേക്ക് നയിക്കും. അപ്പോൾ ഞാൻ അവരെ നിശേഷം നശിപ്പിക്കും. നീ അവരുടെ ദേവന്മാരെ കുമ്പിടുകയോ ആരാധിക്കുകയോ ചെയ്യരുത്. അവരുടെ ആചാരങ്ങൾ അനുകരിക്കരുത്. അവരുടെ ദേവന്മാരെ നശിപ്പിക്കുകയും ആരാധനാ സ്തംഭങ്ങൾ തകർക്കുകയും ചെയ്യണം. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യും. ഗർഭചിത്രമോ വന്ധ്യതയോ നാട്ടിൽ ഉണ്ടാവുകയില്ല. നിനക്ക് ഞാൻ ദീർഘായുസ് തരും. നിയമവചനം 11 ആ 16 വാക്യം 17 വായിച്ചിട്ടുണ്ട്. വഞ്ചിക്കപ്പെട്ട് വഴുതെറ്റി അന്യദേവന്മാരെ സേവിക്കുകയും അവരുടെ മുമ്പിൽ പ്രണമിക്കുകയും ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുകയും, അല്ലെങ്കിൽ കർത്താവിന്റെ കോപം നിങ്ങൾക്കെതിരായി ജ്വലിക്കും. മഴയുണ്ടാകാതിരിക്കാൻ അവിടുന്ന് ആകാശം അടച്ചുകളയും, ഭൂമി വിളവ് നൽകുകയില്ല. അങ്ങനെ കർത്താവ് നൽകുന്ന വിശുദ്ധ ദേശത്ത് നിന്ന് നിങ്ങൾ വളരെ വേഗം അറ്റുപോകും. ഈ വിഗ്രഹാരാധന നമ്മള് ഇന്നലെ സൂര്യൻ വരണമെന്ന് പറഞ്ഞ് മുരടാത്തൊക്കെ ആരെങ്കിലും കയറിയിരുന്നുണ്ടോ? കയറി ഇരുന്നിരുന്നെങ്കിൽ വിശ്വാസം കുറവായതുകൊണ്ടോ? കേട്ടോ, എവിടെയെല്ലാമാണ് ജനം ദൈവത്തെ അല്ല എല്ലാത്തിനും പേടി, സൂര്യനെയാണ്. സൂര്യനെ നോക്കിയാലും ഒന്നും വരാൻ പാടില്ല സിസ്റ്ററെ. ദൈവത്തിന്റെ ശക്തി അറിഞ്ഞുകൂടാത്ത കേട്ടോ. മാർക്കോസ് 12:22 ദൈവത്തിന്റെ ശക്തി വിശ്വത്തിലെ നിങ്ങൾ അറിയുന്നതിലെല്ലാം പരാജയപ്പെട്ടവരാണ്. ഇസയ്ക്കൽ പ്രവാചകൻ 8:14-15 വനവായത്തില് സൂര്യനെ നമസ്കരിച്ചാൽ അവനെ തകർത്തുകൾ എന്ത് ചെയ്യും? ഇതുപോലെ എന്തെല്ലാം ഭൂമിയിൽ നടക്കുന്നു. അവിടുന്ന് എന്റെ ദേവാലയത്തിന്റെ വടക്കേ വാതിലിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോയി. അതാ അവിടെ സമൂഹത്തിനെ കുറിച്ച് വിലപിക്കുന്ന സ്ത്രീകൾ. അവിടുന്ന് എന്നോട് ചോദിച്ചു, മനുഷ്യപുത്ര, നീ ഇത് കണ്ടില്ലേ? ഇവയേക്കാൾ വലിയ മ്ലേച്ഛതകൾ നീ കാണും. ദേവാലയത്തിന്റെ അകത്തളത്തിലേക്ക് അവിടുന്ന് എന്നെ കൊണ്ടുപോയി. കർത്താവിന്റെ ആലയത്തിന്റെ വാതിൽക്കൽ പൂമുഖത്തിനും ബലിപീഠത്തിനും നടുവിൽ 25ഓളം പേർ ദേവാലയത്തിന് പുറംതിരിഞ്ഞ് കിഴക്കോട്ട് നോക്കി നിൽക്കുന്നു. അവർ കിഴക്കോട്ട് നോക്കി സൂര്യനെ നമസ്കരിക്കുകയായിരുന്നു. അവിടുന്ന് ചോദിച്ചു, മനുഷ്യപുത്ര, നീ കണ്ടില്ലേ? യൂദാഭവനം ഇവിടെ കാട്ടുന്ന മ്ലേച്ഛതകളും നിസാരങ്ങളും. അവർ ദേശത്തെ അക്രമങ്ങൾ കൊണ്ട് നിറച്ചു. എന്റെ ക്രോധത്തെ ഉണർത്താൻ അവർ വീണ്ടും തുനിഞ്ഞിരിക്കുന്നു. അവർ അതാ മൂക്കത്ത് കമ്പ് വയ്ക്കുന്നു. അതിനാൽ ക്രോധത്തോടെ ഞാൻ അവരുടെ നേരെ തിരിയും. ഞാൻ അവരെ വെറുതെ വിടുകയില്ല. ഞാൻ കരുണ കാണിക്കുകയില്ല. അവർ എന്റെ കാതുകളിൽ ഉറക്കെ കരഞ്ഞാലും ഞാൻ കേൾക്കുകയില്ല. കണ്ടോ, സൂര്യനെ ആരാധിച്ച നമസ്കരിച്ചവരാ. നിയമോത്സവം 4:15-19 വിഗ്രഹാരാധന കുറെ അറിയണം നാം. അതിനാൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കവേ. ഹോറേബിൽ വെച്ച് അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് കർത്താവ് നിങ്ങളോട് സംസാരിച്ച ദിവസം നിങ്ങൾ ഒരു രൂപവും കണ്ടില്ല. അതിനാൽ എന്തിന്റെയെങ്കിലും സാദൃശ്യത്തിൽ പുരുഷന്റെയോ സ്ത്രീയുടെയോ ഭൂമിയിലുള്ള ഏതെങ്കിലും മൃഗത്തിന്റെയോ ആകാശത്തിലെ ഏതെങ്കിലും പറവയുടെയോ നിലത്തിളയുന്ന ഏതെങ്കിലും ജന്തുവിന്റെയോ ഭൂമിക്കടിയിലെ ജലത്തിൽ വഹിക്കുന്ന ഏതെങ്കിലും മത്സ്യത്തിന്റെയോ സാദൃശ്യത്തിൽ വിഗ്രഹമുണ്ടാക്കി നിങ്ങളെ തന്നെ അശുദ്ധരാക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക.
നിങ്ങൾ ആകാശത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും എല്ലാ ആകാശഗോളങ്ങളെയും കണ്ട് ആകൃഷ്ടരായി അവയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക. പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക. കേട്ടോ, സൂര്യൻ എന്തുമാത്രമാണ് ഇമ്പോർട്ടൻസ്. ദേവനായിട്ട് അങ്ങോട്ട് ദൈവത്തിന്റെ സ്ഥാനം സൂര്യന് കൊടുത്തു. എല്ലാം ഒറ്റെണ്ണം പുറത്തിറങ്ങുന്നില്ല. എന്താ ഭയം? അതാ അന്ധകാര ശക്തിയുടെ പ്രവർത്തനമാണെന്നല്ല ആ വചനത്തിൽ പറഞ്ഞിരിക്കുന്നതായിട്ടില്ലേ. ഈ പുറപ്പാട് 20 7 വരെ ഭവനത്തില് കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വായിച്ചു. ദൈവം അരുളി ചെയ്ത വചനങ്ങളാണിവ. അടിമത്തത്തിന്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്. ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത്. മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിന്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത്. അവയ്ക്ക് മുൻപിൽ പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ ഞാൻ നിന്റെ ദൈവമായ കർത്താവ് അസഹിഷ്ണുമായ ദൈവമാണ്. എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ 3 4 തലമുറ വരെ ഞാൻ ശിക്ഷിക്കും. എന്നാൽ എന്നെ സ്നേഹിക്കുകയും എന്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് 1000 തലമുറകൾ വരെ ഞാൻ കരുണ കാണിക്കും. വിഗ്രഹാരാധന ഇത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലെല്ലാം ഗലാത്യ 4 ഏറ്റവും പൗലോസ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദൈവത്തെ അറിയാതിരുന്ന അന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവമല്ലാത്തവയെ സേവിച്ചു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ദൈവത്തെ അറിയുന്നു. അതിലുപരി ദൈവം നിങ്ങളെ അറിയുന്നു. ആകയാൽ ബലഹീനങ്ങളും വ്യർത്ഥങ്ങളുമായ ആ പ്രപഞ്ച ശക്തികളുടെ അടുത്തേക്ക് വീണ്ടും തിരിച്ചു പോകാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും? എന്ന് ഒരിക്കൽ കൂടി അവയുടെ സേവകരാകാൻ നിങ്ങൾ ഇച്ഛിക്കുന്നുവോ? നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും ഋതുക്കളും വർഷങ്ങളും ആചരിക്കുന്നു പോലും നിങ്ങളുടെ ഇടയിൽ ഞാൻ അധ്വാനിച്ചത് വൃഥാവിലായോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കണ്ടോ, ഇതെല്ലാം കഴിഞ്ഞിട്ട് കൃഷ്ണൻ പോയി സൂര്യന്റെ പുറകെ പോണാണ്ട്. അതാണ് ആ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണ്? സത്യവിശ്വാസത്തിലോട്ട് വരാത്തതുകൊണ്ടാണ്. ഏകദൈവം ദൈവപുത്രൻ മാത്രമാണ്. ഈശോ 40 ദിവസം എവിടെ പോയിരുന്നു? മരുഭൂമിയിൽ വന്നപ്പോ വന്ന ആരാണ് കൂട്ടിമുട്ടിയത്? ലൂക്കാസ് 4:1-16 വനത്തില് 8ാം വാക്യത്തിൽ ഈശോ എന്താ പറഞ്ഞത്? സാത്താനോട് എന്താ പറഞ്ഞത്? ഓൺലി 8ാം വാക്യം പറ. കർത്താവിനെ മാത്രം നീ പൂജിക്കാവൂ. മത്തായി 4:10. മത്തായി 4:10. യേശു കൽപ്പിച്ചു, സാത്താനെ ദൂരെ പോവുക, എന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അവിടുത്തെ മാത്രമേ പൂജിക്കാൻ പാടുള്ളൂ. കേട്ടോ, അവിശ്വാസ ദംശനമാണ് ഇതെല്ലാം വരുന്നത്. ആ സൈറ്റിന് ഏത് അവസരം കിട്ടും അവിടെ എല്ലാം കേൾക്കും. ഇതുകൊണ്ട് അവന് അനേക തന്ത്രങ്ങളുണ്ടെന്ന് ഇഷ്ട പൗലോസ് എഫോസ് 6:12 അവന് പൊടിയില് തന്ത്രങ്ങളുണ്ട്. ഇതെല്ലാം നാം അറിഞ്ഞിരിക്കണമെന്ന് ഇഷ്ട പൗലോസ് 2 കൊരിന്തോസ് 2:10-11 വാക്യത്തില്. അതെ, അപ്പൊ സൂര്യനെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോ ദൈവത്തെ അവിടെ മറക്കുകയാണ്. അതിനാണ് ഇപ്പം കണ്ണുപോകും, ഈ ക്രിസ്റ്റൊക്കെ ആൾക്കാരിക്കുക, എല്ലാം ഓടി ഉറച്ചേക്കണം അവന്റെ പുറകെ. കാരണം അന്ധകാര ശക്തിയുടെ കീഴിലായി. നമ്മള് മത്തായിയുടെ സുവിശേഷം എടുക്കുകയാണെങ്കിൽ 24ാം അധ്യായത്തില് 29 വരെ കാലത്തെ പീഡകൾക്ക് ശേഷം കൊടുന്നനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം തരുകയില്ല, നക്ഷത്രങ്ങൾ ആകാശത്തിൽ നിന്ന് നിരോധിക്കും, ആകാശ ശക്തികൾ ഇളകുകയും ചെയ്യും. അപ്പോൾ ആകാശത്തിൽ മനുഷ്യപുത്രന്റെ അടയാളം പ്രത്യക്ഷപ്പെടും. ഭൂമിയിലെ സർവ്വഗോത്രങ്ങളും വിലപിക്കുകയും മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ ശക്തിയോടും മഹത്വത്തോടും കൂടെ വരുന്നത് കാണുകയും ചെയ്യും. വലിയ കാഹളധ്വനിയോടുകൂടെ തന്റെ ദൂതന്മാരെ അവൻ അയക്കും. അവർ ആകാശത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ 4 ദിക്കുകളിൽ നിന്ന് അവന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടും. അത്തിമരത്തിൽ നിന്ന് പഠിക്കുകയും അതിന്റെ കൊമ്പുകൾ ഇളതാവുകയും തളിർക്കുകയും ചെയ്യുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. അതുപോലെ ഇതെല്ലാം കാണുമ്പോൾ അവൻ സമീപത്ത് വാതിൽക്കൽ എത്തിയിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുവിൻ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതെല്ലാം സംഭവിക്കുന്നതുവരെ ഈ തലമുറ കടന്നു പോവുകയില്ല. ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എന്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല. ആ ദിവസത്തെ കുറിച്ചോ മണിക്കൂറിനെ കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും സ്വർഗത്തിലെ ദൂതന്മാർക്കോ പുത്രന് പോലുമോ അറിഞ്ഞുകൂടാ. വചനം കേട്ടില്ലേ? മനുഷ്യപുത്രന്റെ ആഗമനം. ഇതെല്ലാം
നാം ദൈവരാജ്യം കാണുന്നത് എപ്പോഴും ജഡത്തിലാണോ ആത്മാവിലാണോ? ഇതാണ് ഈ തകർത്തോണ്ടിരിക്കുന്നത്. എല്ലാവരും ബുദ്ധിയിലാണ് എല്ലാം കാണാൻ നോക്കുന്നത്. അവിടെ എല്ലാവരും ആത്മാവിൽ വരണം. ആത്മാവിൽ വരണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? റോമായത്തില് ആൻസോട്ട് വായിച്ചല്ലേ 13 വേണം. ജഡവും ആത്മാവും ഉണ്ട്. നമുക്ക് ജഡികരായി ജീവിക്കുന്നവർ ജഡികരായി ജീവിക്കുന്നെങ്കിൽ ജഡീയ കാര്യങ്ങളിൽ മനസ്സ് വെക്കുന്നു. ആത്മീയമായി ജീവിക്കുന്നവരാകട്ടെ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു. ജഡികാഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു, ആത്മീയാഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും. ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിന്റെ ശത്രുവാണ്. അത് ദൈവത്തിന്റെ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല. കീഴ്പ്പെടാൻ അതിന് സാധിക്കില്ല. റോമ 8:7 കാണാപ്പുറം പഠിക്കാനായിട്ട്. ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിന്റെ ശത്രുവാണ്. അതുകൊണ്ടാണ് പലരും തർക്കിക്കാൻ വരുന്നതും ബുദ്ധി കാണുന്നതും എല്ലാം കാണുന്നതും. ബൈബിള് ബുദ്ധി കാണാമേ, നല്ല രസമാണ്. അല്ല, ഞാൻ മാംഗ്ലൂരിൽ ചെന്നപ്പോ പ്രോസ്പെരിറ്റി ഗോസ്പെൽ എന്താണ്? പക്ഷെ ഗോസ്പെൽ കൊണ്ട് പണം ഇഷ്ടംപോലെ ഉണ്ടാക്കാം. സുവിശേഷം പണത്തിനാണ്. അതുകൊണ്ടാണ് ലോകം പിശാചിന്റെ പിടിയിൽ പോയിരിക്കുന്നത്. ധനത്തിനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഗോസ്പെൽ എല്ലാം പ്രോസ്പെരിറ്റി മാത്രമേ പറയുള്ളൂ. അപ്പൊ പിന്നെ എല്ലാവരും ആളെ വേഗം കിട്ടുക. ആത്മാവിൽ നിങ്ങൾ ജഡത്തിൽ നിന്ന് ആത്മാവിലോട്ട് കൊണ്ടുവരാനാണ് കർത്താവുന്നത്. യേശു വന്നത് എന്തിനാണ്? 1 യോഹന്നാൻ 3:8 എന്താണ്? സാത്താനെ അവന്റെ ഭരണത്തെ തകർക്കാൻ പാപത്തിൽ നമ്മളെ കേട്ടാണ്. യോഹന്നാന്റെ സുവിശേഷം സത്യം എന്താണെന്ന് പറഞ്ഞല്ലേ? 17 വചനം സത്യം. ഈ ചോദ്യം ആരാണ് ചോദിച്ചത്? പീലാത്തോസ് ചോദിച്ചത്. യോഹന്നാൻ 18:36-38. അപ്പൊ യേശു എന്താ പറഞ്ഞത്? എന്റെ രാജ്യം ഇതല്ല. അപ്പൊ നമ്മൾ ഈ വചനം കൊണ്ട് എങ്ങോട്ടാ വരുന്നത്? ആരുടെ രാജ്യത്തിലോട്ടാ കയറുന്നത്? ആത്മാവിന്റെ രാജ്യത്തിലോട്ടാണ്. അതുകൊണ്ട് ആത്മാവിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നത്. അത് പരിശുദ്ധാര് മാത്രം പോരാ, ജ്ഞാനവും വേണം. ജ്ഞാനം 9-19. അതുകൊണ്ടാണ് ഭൂമിയിലെ കാര്യങ്ങൾ ദുഷ്കരം. ഭൂമിയിലെ കാര്യങ്ങൾ എന്ന് അറിയണമെങ്കിൽ പ്രയാസമാണ് അല്ലേ? ലോകത്തിലെ വല്ലതും പറയാൻ പറ്റും. കാണപ്പെടാൻ പഠിച്ചിട്ട് പോകും ഒരു സാധ്യത. എത്ര ഡ്രസ് ഉണ്ട്, സാരി എത്ര ഉണ്ടെന്ന് വെച്ചാൽ പറയാൻ പറ്റും. ഫാൻസ് എത്ര ഉണ്ടെന്ന് എൻഹാൻസ് വേണമെങ്കിൽ പറയാം. കൃത്യമായിട്ട് 12 ഉൾക്കൊണ്ടെങ്കിൽ അത്ര ഉണ്ടാകും. മറ്റുള്ളവർക്കൊന്നും പറയാൻ സാധിക്കില്ല. അത് എണ്ണി നോക്കണം അവർക്ക്. പക്ഷെ അത് ഭൂമിയിലെ കാര്യം. സ്വർഗീയ കാര്യങ്ങൾ അറിയണമെങ്കിലാണ് ജ്ഞാനവും പരിശുദ്ധാത്മാവിനെയും വരണം. ഇത് വന്നാലും കുഴപ്പമുണ്ട്. ആത്മാവിന് വ്യത്യാസമുണ്ട്. 1 കൊരിന്തോസ് 15:41 നക്ഷത്രങ്ങളുടെ തേജസ്സും. അതുകൊണ്ട് ഈ യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തില് 3-13 രാത്രിയും ധ്യാനിക്കും. നിങ്ങൾ വീണ്ടും ജനിച്ചാൽ മാത്രം എന്ത് കാണും? ആദ്യം കാണും ഇങ്ങനൊന്നും ഉണ്ടെന്ന്. പ്രവേശിക്കാനായിട്ടുള്ള മാർഗം കാണിച്ചു. അപ്പൊ 6-ാം ഭാഗത്ത് നിൽക്കുന്ന ആരാണ്? പുള്ളി ലോയറാണ്, പണക്കാരനുമാണ്. പണക്കാരൻ ലോയറും രണ്ടും കൂടി ആവുമ്പോ പിന്നെ തക്ക പൂർണ്ണ തിരിയാനായിരിക്കും. അതുകൊണ്ട് പുള്ളിയുടെ ബുദ്ധിയിലാണ് പുള്ളി കണ്ടത്. അവിടുത്തെ 2ാമത്തെ പണക്കാരനാണ്. ആരാണ്? ചോദിച്ച ചോദ്യം എന്താണ് ഈശോയോട്? ഇപ്പൊ ഞാൻ അമ്മയുടെ വഴിക്ക് പോകും ഈ വയസ്സാം കാലത്ത്. അതാണ് വലിയ ചോദ്യം. ആത്മാവിനുള്ളവരാണോ? അല്ല. പക്ഷെ ഉള്ളിൽ തീഷ്ണത ഉണ്ടോ? തീഷ്ണതയുണ്ട്. ഈ തീഷ്ണത ശരിക്കും ഒന്നുകൂടി ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്നെങ്കിൽ വേഗം വന്നാണ് നിക്കൽ തോമസ്. എല്ലാവരുടെയും മുമ്പിൽ വന്നാണ്. പക്ഷെ ലൗകികത്തിലുള്ള ആകർഷണമാണ്. ഈ പേരും വേണം, ഗുണവും വേണം. ഹൃദയം കർത്താവിന് കൊടുത്തില്ല. അതേസമയത്തിന് മറ്റേയാള് സഖ്യവുസ, അയാൾ ആള് ചെറുതാണ്. എവിടെ കയറിയത്? ഈശോ എന്താ പറഞ്ഞത്? 19:3 എന്താ വാക്യം? ഈശോയെ കാണാൻ ആഗ്രഹിച്ചു. ആഗ്രഹം ശരിയായിട്ട് ആഗ്രഹമായിരുന്നോ? ആയിരുന്നു. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് നിന്റെ ഭവനത്തിൽ ഞാൻ വരും. ചെന്ന ഈശോ എന്താ പറഞ്ഞത്? നിന്റെ ഭവനം രക്ഷ പറഞ്ഞു. ആദ്യം എന്ത് പറഞ്ഞു? കുറച്ചു കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ഈശോ എന്താ പറഞ്ഞു? ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്നാ പറഞ്ഞു? 4 ഇരട്ടി കൊടുക്കാൻ.
മനസ്സ് മാറിയോ? അവിടെയാണ് ജോയൽ 2:12